ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പ് അവസാനിച്ച സ്ഥിതിക്ക് ട്രാൻസ്ഫർ റൗണ്ടപ്പ് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ 58ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ന് 20 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് പരിശോധിക്കാം. ഒന്നാമത്തെ താരം അർജന്റീൻ താരമായ അലജാൻഡ്രോ ഗർനാച്ചോയാണ്. ചെൽസി താരമായ ഇദ്ദേഹം ക്ലബ്ബ് വിടും എന്നുള്ള കാര്യം അവരുടെ പരിശീലകനായ സാബി അലോൺസോ സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ആസ്റ്റൺ വില്ല ശ്രമിക്കുന്നുണ്ട്. ഒരു ബിഡ് അവർ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാനും പിന്നീട് സ്ഥിരപ്പെടുത്താനുമാണ് ആസ്റ്റൺ വില്ല ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ താരം റൗൾ അസെൻസിയോ. ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ ഇദ്ദേഹം റയൽ മാഡ്രിഡ് വിടും. മൊറീഞ്ഞോയുടെ പ്ലാനുകളിൽ ഇടമില്ലാത്ത താരമാണ് റൗൾ അസെൻസിയോ. ലോൺ അടിസ്ഥാനത്തിലും സ്ഥിരമായി കൊണ്ടും ഇദ്ദേഹത്തെ വിടാൻ ക്ലബ്ബ് ഒരുക്കമാണ്. ഇനിയിപ്പോൾ താരമാണ് ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഇനി മൂന്നാമത്തെ താരം സമ്മർവില്ലാണ്. നെതർലൻഡ്സ് സൂപ്പർ താരമായ ഇദ്ദേഹം സൗദി ക്ലബ്ബായ അൽ ഹിലാലിലേക്ക് പോവാനുള്ള ഒരുക്കത്തിലാണ്. വെസ്റ്റ് ഹാമിന് വേണ്ടിയായിരുന്നു താരം ഇതുവരെ കളിച്ചിരുന്നത്. റോമ താരത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഫൈനൽ ഡിസിഷൻ സമ്മർവിൽ എടുത്തിട്ടില്ല. അൽ ഹിലാൽ വെസ്റ്റ് ഹാമുമായി ഇപ്പോൾ അഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും താരത്തിന്റെ ഒരു തീരുമാനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഇനി നാലാമത്തെ താരം മോർഗൻ റോജേഴ്സ് ആണ്. ഈ താരത്തെ സ്വന്തമാക്കിയ വിവരം ചെൽസി ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. 117 മില്യൺ പൗണ്ടാണ് താരത്തിന് വേണ്ടി ചെൽസി ചിലവഴിച്ചിട്ടുള്ളത്. ആസ്റ്റൺ വില്ലയിൽ നിന്നും എത്തിയ താരം 2032 വരെയുള്ള ഒരു കരാറിലാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. ഇനി അഞ്ചാമത്തെ താരം അത് ലൂക്ക മോഡ്രിച്ച് ആണ്. മോഡ്രിച്ച് വിരമിക്കും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വർഷത്തേക്ക് കൂടി അദ്ദേഹം AC മിലാനിൽ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് പുതുക്കുകയാണ്. അമോറിമുമായി സംസാരിച്ചതിന് പിന്നാലെയാണ് തീരുമാനമെടുത്തത്. അഥവാ AC മിലാന്റെ പുതിയ പരിശീലകൻ അത് റൂബൻ അമോറിമാണ്. ഇനി ആറാമത്തെ താരം അത് ഐമറിക് ലപ്പോർട്ടാണ്. സെന്റർ ബാക്കിനെ സ്വന്തമാക്കാൻ ഇപ്പോൾ FC ബാഴ്സലോണക്ക് താല്പര്യമുണ്ട്. 15 മില്യൺ യൂറോയുടെ ഒരു റിലീസ് ക്ലോസ് ഇപ്പോൾ താരത്തിന്റെ കോൺട്രാക്റ്റിൽ ഉണ്ട്. വേൾഡ് കപ്പിൽ മികച്ച പ്രകടനമാണ് സ്പെയിനിന് വേണ്ടി ഐമറിക് ലപ്പോർട്ട് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാഴ്സ ഒരുപക്ഷെ ഈ താരത്തെ കൊണ്ടുവന്നേക്കാം. താരത്തിനും ബാഴ്സയിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി ഏഴാമത്തെ താരം ജോൺ സ്റ്റോൺസ് ആണ്. മാഞ്ചസ്റ്റർ സിറ്റി താരമായ ജോൺ സ്റ്റോൺസ് ഇപ്പോൾ ഫ്രീ ഏജന്റ് ആണ്. താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ചെൽസി രംഗത്ത് വന്ന് കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. 8 നിക്കോ വില്യംസുമായി ബന്ധപ്പെട്ട റൂമറാണ്. സ്പാനിഷ് താരമായ ഇദ്ദേഹം അത്ലറ്റിക് ക്ലബിന് വേണ്ടിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആഴ്സണലിന് ഈ താരത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട്. അവർ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 90 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ റിലീസ് ക്ലോസ്. താരത്തിന് പ്രീമിയർ ലീഗിലേക്ക് വരാൻ താല്പര്യമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഒൻപതാമത്തെ താരം അത് നിക്കോളാസ് ജാക്സൺ ആണ്. ചെൽസി ഇദ്ദേഹത്തെ കൈവിടാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷേ 65 മില്യൺ പൗണ്ട് ലഭിക്കണം എന്നാണ് അവരുടെ ഒരു നിലപാട്. ആസ്റ്റൺ വില്ല നിക്കോളാസ് ജാക്സണിൽ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പത്താമത്തെ താരം ഒയർസബാലാണ്. മുന്നേറ്റ നിരയിലേക്ക് ഒരു മികച്ച താരത്തിന് വേണ്ടിയുള്ള ആഴ്സണലിന്റെ അന്വേഷണങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ലിസ്റ്റിലേക്ക് അവർ ഒയർസബാലിനെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. റയൽ സോസിഡാഡിന് വേണ്ടി കളിക്കുന്ന താരത്തിന്റെ റിലീസ് ക്ലോസ് 75 മില്യൺ യൂറോയാണ്. ഇനി 11ാമത്തെ താരം ബാർക്കോളയാണ്. ഈ PSG താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി നിരവധി ക്ലബ്ബുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ലിവർപൂൾ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ആഴ്സണൽ എന്നിവരൊക്കെ അതിൽപ്പെട്ടവരാണ്. പക്ഷേ PSG ആവശ്യപ്പെടുന്ന തുക അത് വളരെ വലുതാണ്. 150 മില്യൺ യൂറോ ലഭിക്കണം എന്നുള്ളതാണ് PSG ഒരു ആവശ്യം. ഇനി 12ാമത്തെ താരം അത് ഫെറാൻ ടോറസ് ആണ്. ബാഴ്സ താരമായ ഇദ്ദേഹം ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ സജീവമാണ്. PSGക്ക് ഫെറാൻ ടോറസിൽ താല്പര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാവിയെക്കുറിച്ച് ഉടൻ തന്നെ ചർച്ച ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ബാഴ്സ ഇപ്പോൾ ഉള്ളത്. താരത്തെ നിലനിർത്താൻ അവർക്ക് താല്പര്യമുണ്ട് എന്നാണ് മുണ്ടോ ഡിപ്പോർട്ടീവോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി 13 ഫിൽ ഫോഡൻ. മാഞ്ചസ്റ്റർ സിറ്റി താരമായ ഫോഡനെ സ്വന്തമാക്കാൻ പല ക്ലബ്ബുകൾക്കും താല്പര്യമുണ്ട്. AC മിലാൻ, ബാഴ്സ എന്നിവരൊക്കെ ഫോഡനിൽ താല്പര്യം പ്രകടിപ്പിച്ചു എന്നാണ് റൂമറുകൾ. മാഞ്ചസ്റ്റർ സിറ്റിയുമായി താരത്തിന് കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ടെങ്കിലും ഭാവിയുടെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോഴും ഒരു തീരുമാനം എടുത്തിട്ടില്ല. 14 ഏർലിംഗ് ഹാലൻഡ്. മാഞ്ചസ്റ്റർ സിറ്റിയുമായി താരത്തിന് 2034 വരെ കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട്. ഈ സമ്മറിൽ ക്ലബ്ബ് വിടേണ്ടതില്ല എന്ന ഒരു തീരുമാനം ഏർലിംഗ് ഹാലൻഡ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സീസണിന് ശേഷം ബാക്കിയുള്ള ഓപ്ഷനുകൾ പരിഗണിക്കാൻ ഹാലൻഡ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റയൽ മാഡ്രിഡ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾക്ക് താല്പര്യമുള്ള താരമാണ് ഹാലൻഡ്. 2027 സമ്മറിൽ ഒരുപക്ഷെ ഇതൊക്കെ അദ്ദേഹം പരിഗണിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ.
15 ഹൂൾസ്കൂണ്ട്. ഇദ്ദേഹം ബാഴ്സ വിട്ടേക്കും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ബാഴ്സലോണയിൽ തന്നെ തുടരാനാണ് ഈ ഫ്രഞ്ച് താരം ആഗ്രഹിക്കുന്നത്. ബയൺ മ്യൂണിക്ക് താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ 70 മില്യൺ യൂറോ ലഭിക്കാതെ താരത്തെ വിൽക്കുന്ന കാര്യം പരിഗണിക്കില്ല എന്നുള്ളതാണ് ബാഴ്സയുടെ ഒരു തീരുമാനം. ഇനി 16ാമത്തെ താരം അത് ഇസ്മൈല സറാണ്. ക്രിസ്റ്റൽ പാലസിന് വേണ്ടി കളിക്കുന്ന സെനഗലീസ് താരമാണ് ഇസ്മൈല സർ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ താരത്തെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 17 റോഡ്രി. മാഞ്ചസ്റ്റർ സിറ്റി സൂപ്പർ താരമായ റോഡ്രിക്ക് റയലിലേക്ക് വരാൻ വലിയ താല്പര്യമുണ്ട്. പക്ഷേ പ്രശ്നം എന്തെന്നാൽ റയലിൻ്റെ പ്രസിഡന്റായ പെരസ് ഇതുവരെ അതിന് ഗ്രീൻ ലൈറ്റ് നൽകിയിട്ടില്ല. പെരസിൻ്റെ അനുമതി ലഭിച്ചാൽ മാത്രമാണ് റയൽ ഇദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുകയുള്ളൂ. ക്ലബിനകത്തുള്ള മറ്റുള്ളവർ റോഡ്രിയെ സൈൻ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രസിഡന്റായ പെരസ് ഇപ്പോഴും അതിന് സമ്മതം മൂളിയിട്ടില്ല. നമുക്കറിയാം പെരസിൻ്റെ എതിരാളിയായിരുന്ന എൻറിക്കെ റിക്വൽമി റോഡ്രിയെ വെച്ചുകൊണ്ട് ക്യാമ്പയിൻ നടത്തിയിരുന്നു. താൻ വിജയിച്ചാൽ റോഡ്രിയെ കൊണ്ടുവരും എന്നായിരുന്നു എൻറിക്കെ റിക്വൽമി ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നത്. അത് പെരസിന് ഇപ്പോൾ ഒരല്പം ഈഗോ ഹെർട്ടാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് റോഡ്രിയെ പെരസ് കൊണ്ടുവരാത്തത് എന്നുള്ള റൂമറുകൾ കൂടി ഇപ്പോൾ സജീവമാണ്. ഏതായാലും 18ാമത്തെ താരം ഫ്രാങ്കോ മസ്റ്റാൻഡുവോനോ. ഈ താരത്തെ ലോൺ അടിസ്ഥാനത്തിൽ കൈവിടാൻ റയൽ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഓഫറുകൾ താരത്തിന് സ്പെയിനിൽ നിന്നും അല്ലാതെയും ലഭിച്ചിട്ടുണ്ട്. ഇനി മസ്റ്റാൻഡുവോനോയാണ് ഭാവിയെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടത്. ലോൺ അടിസ്ഥാനത്തിൽ പോയി ഏതെങ്കിലും ക്ലബിൽ തൻ്റെ മികവ് തെളിയിച്ചാൽ എൻറിക്കിനെ പോലെ തന്നെ താരത്തെ തിരികെ കൊണ്ടുവരാനാണ് റയലിൻ്റെ ഒരു പദ്ധതി. ഇനി 19 റഫേൽ ലിയാവോ. AC മിലാൻ്റെ പോർച്ചുഗീസ് താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഒരുപാട് ക്ലബ്ബുകൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. തുർക്കി പ്രീമിയർ ലീഗ്, ലാലിഗ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ റഫേൽ ലിയാവോക്ക് ഓഫറുകൾ ഉണ്ട്. ഏറ്റവും ഒടുവിൽ ആസ്റ്റൺ വില്ല താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. AC മിലാൻ്റെ പരിശീലകനായ അമോറിമുമായി സംസാരിച്ചതിന് ശേഷം മാത്രമാണ് റഫേൽ ലിയാവോ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക. ഇനി 20ാമത്തെ താരം അത് അയ്യൂബ് ബൊവാദിയാണ്. മൊറോക്കൻ മധ്യനിര താരമായ ഇദ്ദേഹം വേൾഡ് കപ്പിൽ തകർപ്പൻ പ്രകടനം നടത്തിയിരുന്നു. അതിന് പിന്നാലെ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരുപാട് ക്ലബ്ബുകൾ രംഗത്ത് വന്നു. നിലവിൽ ബാഴ്സക്കും താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. റയൽ മാഡ്രിഡും ബാഴ്സയുമാണ് അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ രംഗത്തുള്ളത്. PSG പിൻവാങ്ങിയിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി, ആഴ്സണൽ എന്നിവർക്ക് താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിലും ഇദ്ദേഹത്തെ ഈ സമ്മറിൽ വിട്ടു നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം ലില്ലി അറിയിക്കുകയായിരുന്നു. ഇതോടുകൂടി അവർ പിൻവാങ്ങി. എന്നാൽ 2027 സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലും ഇദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കാനാണ് റയലിൻ്റെ ഒരു തീരുമാനം. അയ്യൂബ് ബൊവാദിയിൽ ഇപ്പോൾ റയലിന് വലിയ താല്പര്യമുണ്ട് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇങ്ങനെ 20 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.